കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടുള്ള ഇഗ്നോ ഫോക്കസ് 3.0യുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് MCOMന്റെ MCO 022 എന്ന് പറയുന്ന പേപ്പറാണ്. എൻ്റെ പേര് രാഖി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസിലോട്ട് നമുക്ക് പോവാം. തുടക്കത്തിൽ ഒരു ഇൻട്രഡക്ഷൻ പറയുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി ഇപ്പൊ കുറെ പേപ്പേഴ്സിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ പോലെ തന്നെ ഞാൻ പറയട്ടെ, MCO 022 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജറിയൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഒരു പ്രോബ്ലം പേപ്പറാണ്. എന്താ പറയാ, ഒരുപാട് കുട്ടികൾ എഴുതാനായിട്ട് എന്താ പറയാ, എഴുതണോ വേണ്ടയോ എന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേപ്പറും കൂടിയാണ്. അപ്പോൾ ആ ഒരു പേപ്പറിന്റെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നിങ്ങളെ ഒന്ന് ട്രാവൽ ചെയ്യിപ്പിക്കുക. പ്ലസ് അതിനോടൊപ്പം തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസുകളാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസോടായിരിക്കണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രെൻഡ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഏതൊക്കെ ബ്ലോക്കുകളാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ്, ഏതൊക്കെ യൂണിറ്റ്സുകളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇഗ്നോ ഫോക്കസ് 3.0യുടെ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ PYQ അനാലിസിസ്. അപ്പൊ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാമായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡന്റ്ലി ആയിട്ട് ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ എന്താണ്, ഒന്ന് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നു, അതിൽ നിന്ന് എക്സാമിനേഷന്റെ പാറ്റേണോട് നമ്മൾ നോക്കുന്നു, നിങ്ങൾ അതിന്റെ ബേസിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്, കൂടുതൽ വെയിറ്റേജ് ഉള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടൈം എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ട് ടോപ്പിക്കിൽ കൂടുതൽ സമയം കുറെ കളഞ്ഞ് അങ്ങനെ ചെയ്യാതെ ഉള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഫക്റ്റീവ് ആയിട്ടും ഫ്രൂട്ട്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഫോക്കസ് 3.0യുടെ ഒരു മെത്തഡോളജി എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? നമ്മളൊരു സിലബസ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്, ഒരു ട്രെൻഡ് അനാലിസിസ് നോക്കുന്നുണ്ട്, ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ് നിങ്ങൾ തരുന്നുണ്ട്. അതായത് ലാസ്റ്റ് ഒരു പോർഷനിലോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിൽ നമ്മൾ എന്താണ് ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ എന്താണ് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയാ 100% നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്താണ് പാസ്റ്റിലുള്ള ഡാറ്റാസിന്റെ ബേസിൽ മാത്രമേ പാസ്റ്റിലുള്ള ഡാറ്റയുടെ ബേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ബേസിൽ നമ്മൾ എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പോയിക്കൊണ്ട് ഇതായിരിക്കും. ബട്ട് അവിടെ നിങ്ങൾ നോക്കുക, നമ്മളൊരു പ്രോബിലിറ്റി ആണ് പറയുന്നത്. ഇത് തന്നെ വരണമെന്നോ ഇത് തന്നെ വരുള്ളൂ എന്നോ നമ്മളവിടെ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അതെന്തായിരിക്കും, ഒരു ഗൈഡൻസ് തരാനായിട്ട് നല്ലതായിരിക്കും. സോ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. നമ്മൾ തുടക്കത്തിൽ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇൻട്രഡക്ഷൻ. ഇപ്പൊ ഞാൻ ഇൻട്രഡക്ഷൻ പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് എക്സാം റിലവൻസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സിലബസ് മാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം
സോറി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്പുകളായിരിക്കും വരുന്നത്, എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പറയുന്നുണ്ട്. പ്ലസ് അതിനോടൊപ്പം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനാലിസിസ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോടെ ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ എത്ര ടൈം അത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പ്ലസ് നമ്മൾ എന്താണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വരാവുന്ന ടോപ്പിക്കിൽ ഏതൊക്കെയായിരിക്കും ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്രോബിലിറ്റി ആണ്, നമ്മൾ പ്രഡിക്ഷൻ ആണ് അവിടെ നടത്തുന്നത്. അത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ, ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഒരു എക്സാമിൽ നിങ്ങൾ ഈ ഒരു മെത്തഡ് പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും മോർ ദാൻ ആവറേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നിട്ട് കഴിയുമ്പോൾ ഇഗ്നോന്റെ അതേ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന രീതിയിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് തരും, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗിവ് യു കോൺഫിഡൻസ്. അത് നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരുന്നതായിരിക്കും. കാരണം നിങ്ങൾ റിയൽ സിറ്റുവേഷൻ നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യാണ്. സോ അത് നിങ്ങൾ എന്തായിരിക്കും കുറച്ചും കൂടി നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. പിന്നെ ഈ ലേൺ വൈസ് ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ തരുന്ന എക്സ്ട്രാ ഒരു ഫീച്ചർ ആണ് എന്താണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സ് നമ്മൾ തരുന്നുണ്ട്. പ്ലസ് അതിനോടൊപ്പം തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ചിട്ട് പറയും, ഞാൻ ഒത്തിരി എഴുതിയിരുന്നു മിസ്സേ, അല്ല മാം ഞങ്ങൾക്ക് പക്ഷെ മാർക്ക് കിട്ടിയില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും, അതിലെ കീവേഡ്സുകൾ മിസ്സിംഗ് ആയിരിക്കും. സോ നമ്മളിവിടെ മോഡൽ ആൻസേഴ്സ് നമ്മൾ തരുന്നതിൽ ഏതൊക്കെ കീവേഡ്സുകൾ ഉൾപ്പെടുത്തിയാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കാച്ചിങ് ആവുക. സോ എങ്ങനെയായിരിക്കണം മാർക്കിംഗ് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതൊക്കെ അതിൽ പറയും. അപ്പൊ നമുക്കിനി ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് തരുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാനിപ്പോൾ ഓൾറെഡി തന്നെ പറഞ്ഞു പോയി. സോ അപ്പൊ അതൊരു ടോപ്പിക് ബേസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതായത് നിങ്ങളുടെ റിയൽ എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാണ്, റിയൽ ടൈം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. പ്ലസ് അതിലെ മോഡൽ ആൻസേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് റിപ്പീറ്റഡ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് എഴുതേണ്ടതെന്നുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് MCO 0-2020 മാത്രമായിട്ട് നമ്മൾ ടൈലേർഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം MCO 0-22 എന്ന് പറയുന്നത്, MCO 22 എന്ന് പറയുന്ന പേപ്പർ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ ആണ്. ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് സബ്ജക്റ്റ് ആണ്. ഇതിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്താണ് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഡിസിഷൻ തിയറി വരുന്നുണ്ട്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ഫോർകാസ്റ്റിംഗ് മെത്തഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ നിങ്ങളുടെ റിയൽ വേൾഡിലോട്ട് പോകുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മാനേജ്മെന്റ് ഇതിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കേണ്ട സമയത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ടൂളുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. സോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ട് ഈ പേപ്പർ എന്ന് പറയുന്നത് അത്രയും എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണ്. അപ്പോൾ നമുക്ക് സിലബസ് വൈസ് നമുക്ക് മാപ്പിംഗ് നോക്കാം, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് എക്സാം റിലവൻസ് നമുക്ക് നോക്കാം. അപ്പൊ ബ്ലോക്ക് 1 വരുമ്പോൾ യൂണിറ്റ് 1 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഈ കളക്ഷൻ ഓഫ് ഡാറ്റയിലത്തെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ, മെത്തഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ, ക്വസ്റ്റനയർ ഡിസൈൻ ആൻഡ് സാമ്പിളിംഗ്. ഇതിന്റെ എക്സാം റിലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സെൻസസ് ആൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 4 ഇയേഴ്സിലും 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പേപ്പറാണ്. പിന്നെ ക്വസ്റ്റനയർ ഡിസൈൻ എന്ന് പറയുന്നത് അത് ഒക്കേഷണലി നിങ്ങൾക്ക് വരാറുണ്ട്, ഒരു മീഡിയം റിലവൻസിൽ വരുന്നതാണ്. ഒരു ലാസ്റ്റ് 4 ഇയേഴ്സിൽ 2 പ്രാവശ്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 2 വരുമ്പോൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ഇതിൽ എക്സാം റിലവൻസിൽ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാനായിട്ടാണ് വരാറുള്ളത്. 4 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വളരെ റയർ ആയിട്ട് വരുന്നതാണ്, ലോ പ്രയോറിറ്റി ആണ്, ഒരു പ്രാവശ്യമായി ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ യൂണിറ്റ് 2 ഒരു പ്രയോറിറ്റി മീഡിയം ബേസ് ആണ്. യൂണിറ്റ് 3 വരുമ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഇതിൽ എക്സാം റിലവൻസ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസിയുള്ള ഒരു ടോപ്പിക് ആണ്. മോഡ് ആൻഡ് ഇറ്റ്സ് ഈക്വേഷൻ, അത് ഫ്രീക്വന്റ്ലി വരുന്നൊരു ചോദ്യമാണ്. 3 പ്രാവശ്യമാണ് ഇത് വന്നിരിക്കുന്നത്, അത് വന്നിരിക്കുന്നത്.
ഈ യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ സ്ക്യൂനെസ് ആണ്. അതിൽ എക്സാം റിലവൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സ്ക്യൂനെസ്. അത് എപ്പോഴും നിങ്ങൾക്ക് വരുന്നൊരു ചോദ്യമാണ്. അതിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസും വരാറുണ്ട്, തിയറിറ്റിക്കൽ ഫോർമാറ്റ്സിലുള്ള പ്രോബ്ലംസുകളും ചോദ്യങ്ങളും വരാറുണ്ട്. ഹൈ ഇമ്പോർട്ടൻസ് ആണ് വരുന്നൊരു ചാപ്റ്റർ ആണ്. ഈ ബ്ലോക്ക് 2 പോകാൻ പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അല്ല യൂണിറ്റ് 5 എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രോബിലിറ്റി. അത് എന്താ പറയാ, ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ പ്രോബിലിറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കോൺസെപ്റ്റിലും ന്യൂമറിക്കൽ ഫോംസിലും നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി യൂണിറ്റ് 6 പോവാം. ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സാം റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ആണ്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതൊരു മീഡിയം ഫ്രീക്വൻസി റേഞ്ചിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വരുന്ന ഒരു യൂണിറ്റ് ആണ്. സോറി, യൂണിറ്റ് 7 പോകുമ്പോൾ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സാം റിലവൻസ് എന്ന് പറയുന്ന ഒരു ഹൈ ആണ് ഈ യൂണിറ്റിന്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇതിൽ നിന്ന് ചോദ്യത്തിന് വരാറുള്ളത്. ഹൈ ഫ്രീക്വൻസിയിൽ വരാറുണ്ട്. ഹൈ ഫ്രീക്വൻസി അതായത് കൂടുതൽ തവണ ചോദ്യം വന്നിട്ടുള്ളതാണ്. ലോങ് ആൻസേഴ്സ് ആ ഒരു പാറ്റേണിലാണ് വരാറുള്ളത്. ഈ യൂണിറ്റ് 8 പോകുമ്പോൾ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ഒരു എക്സാം റിലവൻസ് ബേസിലോട്ട് നോക്കുമ്പോൾ ഹൈ ആണ്. ഡിസിഷൻ ട്രീസ് ആണ് കൂടുതൽ അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്. ബ്ലോക്ക് 3 പോവാം. സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. യൂണിറ്റ് 9 സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എക്സാം റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അതിൽ നിന്ന് വരുന്നൊരു ടോപ്പിക്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നിന്ന് എക്സാം റിലവൻസ് ഹൈ ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം മീഡിയം ഫ്രീക്വൻസി ആണ്. 3 പ്രാവശ്യമാണ് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുള്ളത്, അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 11 പോകുമ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസില് എക്സാം റിലവൻസ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്. ഹൈ റിലവന്റ് ആണ്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 12 എന്ന് പറയുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. കൈ സ്ക്വയറിന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രാവശ്യം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 പോകുമ്പോൾ യൂണിറ്റ് 13 എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ആണ്. ഫോർകാസ്റ്റിക് മെത്തേഡ്സ് ആണ് അതിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഹൈ പ്രയോറിറ്റി ഉള്ള ഈ ഒരു യൂണിറ്റ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം റിലവൻസിൽ വരുന്ന കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. യൂണിറ്റ് 15 പോകുമ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. എക്സാം റിലവൻസ് മീഡിയം ആണ്. റിഗ്രഷൻ അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഇത് അതിൽ നിന്ന് എക്സാം റിലവൻസ് ബേസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യം. യൂണിറ്റ് 16 പോകുമ്പോൾ ടൈം സീരീസ് അനാലിസിസ് ആണ്. എക്സാം റിലവൻസിൽ ടൈം സീരീസ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. വളരെ റയർ ആയിട്ട് ചോദിക്കുന്നതാണ്. ലോ പ്രയോറിറ്റി ആണ്. പിന്നെ ഇനി നമുക്കൊരു വിഷ്വൽ പ്രസന്റേഷനിലോട്ട് പോവാം. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷ്വൽ പ്രസന്റേഷനിലോട്ട് നമുക്ക് പോവാം. ബ്ലോക്ക് 1 യൂണിറ്റ് 3 അരിത്തമെറ്റിക് മീൻ 4 പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ടോപ്പിക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് ഹൈ പ്രയോറിറ്റി ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 കോറിലേഷൻ കോഫിഷ്യന്റ് ഫ്രീക്വൻസി 4 ആണ്. ഹൈ ആണ്. അപ്പൊ ഹൈ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. അതിൽ ബ്ലോക്ക് 1 ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ഏകദേശം എന്താണ് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് 25% ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്.
ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 ആണ്. നിയർലി അല്ല 30% ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ട് ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 കഴിഞ്ഞ് ബ്ലോക്ക് 1 ബ്ലോക്ക് 4 നിന്നാണ് ഏകദേശം 15%ഓളം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, കമ്പാരിറ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ് 20 മാർക്സിന് വരുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഇതിനെ കുറിച്ച് വളരെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദ്യം വരും. ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ദ 4 സ്റ്റേറ്റ്സ് ഓഫ് ഡിസിഷൻ എൻവയോൺമെന്റ് ഇൻ മാനേജീരിയൽ ആപ്ലിക്കേഷൻ വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്രിവലന്റ് സ്റ്റേറ്റ്, പ്രൊവൈഡ് റീസൺ വിത്ത് എക്സാമ്പിൾസ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണം. അതായത് ഡിസിഷൻ തിയറിനെ കുറിച്ചിട്ട്, പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് വരാണെന്നുണ്ട് ഡീറ്റെയിൽഡ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത്. ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ 10 മാർക്സിന് വരുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് എഴുതാൻ പറയും. അപ്പൊ ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം അല്ലെങ്കിൽ സ്കാലർ മെട്രിക്സ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സുകൾ എഴുതാനായിട്ട് വരാം. അപ്പൊ അതേപോലെ ഷോർട്ട് നോട്ട്സുകൾ വരുന്ന ടോപ്പിക്കുകളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കോഫിഷ്യന്റ് ഒക്കെ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്താണ്? 15 മുതൽ 20 മാർക്സിന് വരെ ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ വരും. അതായത് ഇത് അഫ്കോഴ്സ് ഇതൊരു പ്രോബ്ലം പേപ്പർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ കാൽക്കുലേറ്റ് ദ കോഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ചെയ്യാനായിട്ട് വരാം. ഇനി അടുത്തൊരു പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് വരുന്നത് 20 മാർക്സിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് സിമിലാരിറ്റീസ് എഴുതാനോ അല്ലെങ്കിൽ ഡിഫറൻസസ് എഴുതാനോ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും തമ്മിലുള്ള സിമിലാരിറ്റീസ് എഴുതുക, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എഴുതുക. അതുപോലെ വേറെ വരുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് സാമ്പിളിംഗ് മെത്തഡ്സുകൾ, ടെസ്റ്റിംഗ് ഹൈപ്പോത്തീസിസ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സുകളൊക്കെ. ഇനി കേസ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് 20 മാർക്സിന്റെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും കമ്പനീസിന്റെ പേര് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് ഡാറ്റാസുകൾ തരും. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു മീൻ, മീഡിയം, മോഡോ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന വേറെ ടോപ്പിക്കുകളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിസിഷൻ ട്രീ അനാലിസിസ് ഒക്കെ. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ് നോക്കാം. ഫ്രീക്വന്റ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൂടുതൽ തവണ ചോദ്യങ്ങൾ വരുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ അതിലെ ആ ബ്ലോക്കിലെ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് അതിൽ നിന്ന് ചോദിക്കുന്ന കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ചോദിക്കുന്നത്. എക്സാമ്പിൾ മീഡിയൻ, മോഡ് ക്വസ്റ്റ്യൻസുകൾ. ബ്ലോക്ക് 2 നിന്ന് ചോദിക്കുന്നത് ഹൈ ഫ്രീക്വൻസി കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ബ്ലോക്ക് ആണ്. അത് ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രോബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വരുന്നത്. ഇനി ബ്ലോക്ക് 3 പോകുമ്പോൾ സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അതാണ് ബ്ലോക്ക് 3. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പിളിംഗ് മെത്തേഡ്സ്, ടെസ്റ്റിംഗ് ഹൈപ്പോത്തീസിസ് ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്നുള്ളതാണ് ബ്ലോക്ക് 3 നിന്ന് വരുന്നത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, ഇതാണ് ബ്ലോക്ക് 4 നിന്ന് വരുന്നത്. ഇനി ടിപ്പിക്കൽ കവറേജ് പാറ്റേൺ, എസ്എ ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ വരുന്നത് ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 3 നിന്നാണ്. ഷോർട്ട് നോട്ട്സ് ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 4 നിന്നാണ് വരുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 3 നിന്നാണ് വരുന്നത്. സോ എസ്എ ക്വസ്റ്റ്യൻസുകളും ന്യൂമറിക്കൽസും വരുന്നത് എന്താണ്, ബ്ലോക്ക് 2 നിന്നും ബ്ലോക്ക് 3 നിന്നാണ്. കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ബ്ലോക്ക് 3 നിന്നും ബ്ലോക്ക് 4 നിന്നാണ് വരുന്നത്. ഈ 2022 മുതൽ 2024 വരെയുള്ള ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും ടോപ്പിക്കുകൾ കൂടുതൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീയും ഫോർകാസ്റ്റിംഗ് മോഡൽസിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസുകളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ഒരേ എന്താ പറയാ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് പറയുന്നത്. ഷിഫ്റ്റ്സ് ഫ്രം പ്യൂർലി തിയറിക്കൽ ക്വസ്റ്റ്യൻസ് ടു ബാലൻസ്ഡ് തിയറിറ്റിക്കൽ ന്യൂമറിക്കൽ അനാലിസിസ്. അതായത് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന്റെ അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ എന്ത് വരുന്നുണ്ട്, പ്രോബ്ലം ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട്. ഈ മാർക്ക് വൈസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുമ്പോൾ ബ്ലോക്ക് 1 നിന്ന് നിങ്ങൾക്ക് എന്താണ് 20%ഓളം ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ബ്ലോക്ക് 2 നിന്ന് 30% ക്വസ്റ്റ്യൻസുകൾ, ബ്ലോക്ക് 3 നിന്ന് 30% ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 4 നിന്ന് 20% ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എസ് എ ക്വസ്റ്റ്യൻസുകളാണ് ഏകദേശം 40% ക്വസ്റ്റ്യൻസുകൾ എസ് എ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഷോർട്ട് നോട്ട്സ് 20%, ന്യൂമറിക്കൽ പ്രോബ്ലംസ് 30%, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ 10%. ഈ നിങ്ങൾക്ക് ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ കവറേജ് നോക്കാം. ബ്ലോക്ക് 1ൽ നിന്ന് 20% ക്വസ്റ്റ്യൻസുകൾ, ബ്ലോക്ക് 2ൽ നിന്ന് 30%, ബ്ലോക്ക് 3 30%, ബ്ലോക്ക് 4 20%. ഇനി പൈ ചാർട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40% ക്വസ്റ്റ്യൻസുകൾ എസ് എ ക്വസ്റ്റ്യൻസുകളാണ്. ദെൻ 30% ക്വസ്റ്റ്യൻസുകൾ ന്യൂമറിക്കൽ പ്രോബ്ലംസുകളാണ്. 20% ഷോർട്ട് നോട്ട്സ് ആണ്. 10% കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1ൽ നിന്ന് യൂണിറ്റ് 3ൽ നിന്ന് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1ൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3ൽ നിന്ന് വാട്ട് ഈസ് മോഡ്, സ്റ്റേറ്റ് ദ ഇക്വേഷൻ ഫോർ ഗ്രൂപ്പ് ഡാറ്റ വിത്ത് ആൻ എക്സാമ്പിൾ വന്നിട്ട് 3 തവണ ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2ലെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് അപ്രോച്ചസ് ടു പ്രോബിലിറ്റി യൂണിറ്റ് 5ൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2ൽ നിന്ന് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3ലോട്ട് പോകുമ്പോൾ ഡിസ്കസ് ദ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 4ൽ നിന്ന് കാൽക്കുലേറ്റ് ദ കോറിലേഷൻ കോഫിഷ്യന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് significance. And block 4 will explain forecasting methods for long, medium, and short-term decisions. ആവറേജ് മാർക്സ് അലോക്കേഷൻ ഫോർ റെക്കറിംഗ് ടോപ്പിക്സ് നോക്കാം. അരിത്തമെറ്റിക് മീനിന് എന്താണ് ഏകദേശം 20 മാർക്കോളമാണ് ആവറേജ് വരുന്നത്. മോഡ് 20 മാർക്കോളം. പ്രോബിലിറ്റി ബേസിക്സ് 20% തന്നെ ആവറേജ് 20 മാർക്സ് തന്നെ. നോർമൽ ഡിസ്ട്രിബ്യൂഷനും ആവറേജ് മാർക്ക് 20 ആണ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് 20 തന്നെ. കൊറലേഷൻ കോഫിഷ്യന്റ് 15 ആണ് ആവറേജ്. ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് 40. ഒക്കെ എല്ലാം ഒരു ഈക്വൽ പൊസിഷൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഫോക്കസ് ഓൺ ഹൈ റെക്കറൻസ് ബ്ലോക്ക്, നമ്മൾ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും അതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. ബ്ലോക്ക് 2, ബ്ലോക്ക് 3, അതുപോലെ തന്നെ ബ്ലോക്ക് 4ലെ കോറിലേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്. ഇതിന് കൂടുതൽ പ്രോബിലിറ്റി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ടോപ്പിക്സുകൾ, കൂടുതൽ പ്രോബ്ലംസുകൾ വരുന്ന കോറിലേഷൻ കോഫിഷ്യന്റ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ അത് കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സുകൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാറ്റേൺസ് നിങ്ങളൊന്ന് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ പാറ്റേൺസുകൾ നോക്കുമ്പോൾ എസ് എ ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വരുന്നത്. അതിൽ പ്രോബിലിറ്റി അപ്രോച്ച്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസുകളായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തഡ്സുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് സ്ക്യൂനെസ്, കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, ഇതാണ് കൂടുതൽ എന്ത് വരുന്ന പാറ്റേൺസുകൾ വരുന്നത്. ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ചാർട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന റെക്കറിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്. തന്നെ അരിത്തമെറ്റിക് മീൻ, പ്രോബിലിറ്റി ബേസിക്സ്, കോറിലേഷൻ കോഫിഷ്യന്റ്, ഈ 3 ടോപ്പിക്കുകളാണ്. പിന്നെ മോഡും ഫോർകാസ്റ്റിംഗ് ടെക്നിക്സും ആണ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന റെക്കറിംഗ് ടോപ്പിക്സ്.
ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പൈ ചാർട്ട്സ് നോക്കാം. അതിലെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഒരു ഈക്വൽ പൊസിഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 14.8% വെച്ചിട്ടാണ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സും അരിത്തമെറ്റിക് മീനും മോഡും പ്രോബിലിറ്റി ബേസിക്സും നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയറിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ 11.1% ആണ് കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ടോപ്പിക് പ്രോബിലിറ്റി നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിലെ അരിത്തമെറ്റിക് മീൻ അത് ഹൈ വന്നിട്ടുള്ള ടോപ്പിക് ആണ്. അതുപോലെ തന്നെ മോഡ് മീഡിയം പ്രോബിലിറ്റി ആണ്. ബ്ലോക്ക് പ്രോബിലിറ്റി അപ്രോച്ചസ് അതായത് ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ബ്ലോക്ക് 3 ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഒക്കെ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ്. മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നതാണ് മോഡ് എന്ന് പറയുന്ന ടോപ്പിക്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ടോപ്പിക്കാണ് കോറിലേഷൻ കോഫിഷ്യന്റ്, മീഡിയം റേഞ്ച് ആണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, മീഡിയം പ്രോബിലിറ്റി ആണ്. ബ്ലോക്ക് 3 ഗുഡ്നെസ് ഓഫ് ഫിറ്റ് അത് ഒരു ലോ പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 4 ബോക്സ് ജെങ്കിൻസ് മോഡൽസ് അതൊരു ലോ പ്രോബിലിറ്റിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നോക്കാം. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ, പ്രോബിലിറ്റി അപ്രോച്ചസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അരിത്തമെറ്റിക് മീനിനെ കുറിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്യുക. പ്രോബിലിറ്റി അപ്രോച്ചസിൽ അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളും അതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ബ്ലോക്ക് 3 യൂണിറ്റ് 11 അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് പ്രൊസീജിയറൽ ഡിസ്ക്രിപ്ഷനും കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? സെക്കൻഡറി ഫോക്കസ് കൊടുക്കേണ്ടത് മോഡ്, കോറിലേഷൻ കോഫിഷ്യന്റ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. ഈ ലോ പ്രോബിലിറ്റി ടോപ്പിക്സുകളോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗുഡ്നെസ് ഓഫ് ഫിറ്റും ബോക്സ് ജങ്കിങ് മോഡൽസും. അപ്പൊ ആ ഒരു ബേസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്സുകളെ നിങ്ങൾ സമയം ക്രമീകരിച്ച് പഠിക്കേണ്ടത്. ഹൈ പ്രോബിലിറ്റി, മീഡിയം പ്രോബിലിറ്റി, ലോ പ്രോബിലിറ്റി എന്ന രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട്. ഇനി ഒരു വിഷ്വൽ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾക്ക് എന്താണ് ഗ്രീൻ ഐക്കൺ, മീഡിയം യെല്ലോ ആൻഡ് ലോ എന്ന് പറയുന്നത് റെഡ് കളർ കോഡ് കൊടുക്കാം. അപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈമിന്റെ മേജർ സമയം അതിനു വേണ്ടി കൊടുക്കുക. ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതായത് മീഡിയം ടോപ്പിക് പ്രോബിലിറ്റി ടോപ്പിക്കാണ് അപ്പാടെ ഒഴിവാക്കാനല്ല പറയുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു നോളജ് വേണം. അതുപോലെ തന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ അതും തീർച്ചയായും വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള സമയത്തിൽ നിന്ന് കൂടുതൽ ഫോക്കസ് കൊടുക്കാനും കൂടുതലും ലോക്ക് ആ ഒരു ടൈം റേഞ്ചിലുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പ്രോബിലിറ്റി റേറ്റിംഗ്സുകൾ നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു ഗ്രീൻ വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ, പ്രോബിലിറ്റി അപ്രോച്ചസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ. ഇനി യെല്ലോ വരുന്നത് അതായത് മീഡിയം റേഞ്ചിൽ വരുന്നത് മോഡ്, കോറിലേഷൻ കോഫിഷ്യന്റും ഫോർകാസ്റ്റിംഗ് ടെക്നിക്സും. ഇനി ലോ പ്രയോറിറ്റി വരുന്നതോ ഗുഡ്നെസ് ഓഫ് ഫിറ്റും ബോക്സ് ജങ്കിങ്സ് മോഡൽസും. ഇനി ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇരുന്നുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. 3 hours ആണ്, 100 marks ആണ്. അപ്പൊ നമ്മൾ ഇത്രയിടം വരെ പറഞ്ഞിട്ടുള്ള മെയിൻ ഏരിയാസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ടോപ്പിക്സ് ബേസ് ഹൈ പ്രോബിലിറ്റി, മീഡിയം പ്രോബിലിറ്റി, ലോ പ്രോബിലിറ്റി ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ തിയറി അപ്ലിക്കേഷൻസ് ഒക്കെ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഒക്കെ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ ഗോ ത്രൂ ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പരമാവധി ചെക്ക് ചെയ്യുക. ലേൺ വൈസിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതിൽ തന്നെ അതിന്റെ മോഡൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മോഡൽ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സും മോഡൽ ആൻസേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക, കീവേഡ്സുകളൊക്കെ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആൻസർ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് നോക്കുക. എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പേപ്പർ എഴുതുന്ന മാസ്റ്റർ ഓഫ് കോമേഴ്സ് പഠിക്കുന്ന, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഇറ്റ്സ് മാനേജറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന MCO22 എന്ന് പറയുന്ന പേപ്പർ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലേൺവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളും നേരെയാണ്. ലേൺവേഴ്സിന്റെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾ ഇതിൽ പറയുന്ന ടോപ്പിക്കുകളൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇനി കുറച്ച് സമയമുണ്ടെങ്കിലും അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.